ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയ പരിചയപ്പെടുത്തലാവാം. എൻ്റെ പേര് അഷിക, ഞാൻ സിഡ്നിയിലാണുള്ളത്. അപ്പോൾ ചിലർക്കൊക്കെ ഡൗട്ട് വരാം, ഞാൻ സ്റ്റുഡൻ്റ് ആണോന്ന്. അല്ല, ഞാനിവിടെ ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇന്നൊരു ഹാഫ് ഡേ ഷോപ്പിംഗ് വ്ളോഗാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനായി ഞാൻ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിംഗ് മാളിലാണ് എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഗിംബലില്ല. ഞാൻ ഈ വീഡിയോ കയ്യിലാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഗിംബൽ വാങ്ങിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ JB Hi-Fiയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുവിധം എല്ലാ ഇലക്ട്രോണിക്സ് സാധനങ്ങളും ഈ കടയിൽ കിട്ടും. ഞാൻ വന്നത് ഗിംബൽ വാങ്ങിക്കാനാണെങ്കിലും എൻ്റെ കണ്ണ് നേരെ പോയത് റോബോട്ട് വാക്യൂംസ് ഇരിക്കുന്ന സെക്ഷനിലോട്ടാണ്. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്ന ഒരു വാക്യൂം എടുത്തൊന്ന് വെറുതെ ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ അവിടെ ഇരിക്കുന്ന കുറേ വാക്യൂംസിൻ്റെ സ്പെസിഫിക്കേഷൻസും റേറ്റ്സും ഒക്കെ നോക്കി വെച്ചു. പിന്നീട് എപ്പോഴെങ്കിലും വാങ്ങിക്കാമല്ലോ. അങ്ങനെ ഫൈനലി നമ്മളിവിടെ എന്ത് വാങ്ങിക്കാനാണോ വന്നത് ആ സെക്ഷനിലേക്ക് ഞാൻ എത്തി. അപ്പോൾ ഞാൻ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഗിംബൽ ഇവിടെ സ്റ്റോക്ക് ഇല്ലായിരുന്നു. അപ്പോൾ സ്റ്റോക്ക് വരുമ്പോൾ അവർ അറിയിക്കാമെന്നാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ നിന്നിട്ട് അധികം കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ തൊട്ടടുത്തുള്ള റിജക്ട് ഷോപ്പിലോട്ട് പോയി. അപ്പോൾ എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് വീട് ഓർഗനൈസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒരുപാട് ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു കണ്ടെയ്നേഴ്സ് ഉണ്ടായിരുന്നു. ബാക്കിയുള്ള ഷോപ്സിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ റേറ്റ് കുറവിലാണ് ഇവിടുത്തെ ഓരോ ഐറ്റംസും ഇവർ സെല് ചെയ്യാൻ വെച്ചേക്കുന്നത്. ഞാൻ ഓവറോൾ ഈ ഷോപ്പ് ഒന്ന് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാമേ. ഇതെല്ലാം ഇൻഡോർ പ്ലാന്റ്സിന് പറ്റി ചെറിയ നല്ല ഭംഗിയുള്ള പോട്ട്സാണ്. ഇപ്പോൾ ഇവിടെ സമ്മർ ആയതുകൊണ്ട് തന്നെ ഇതുപോലെ ചെടികൾ നടാനും ഈ സീഡ്സ് വാങ്ങിക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരുവിധ എല്ലാ സീഡ്സും കിട്ടും. ഫ്ലവർ സീഡ്സും കിട്ടും, അതുപോലെ തന്നെ വെജിറ്റബിൾ സീഡ്സും കിട്ടും. $3 പെർ പാക്കറ്റാണ് ഇവിടെ സെല് ചെയ്യുന്നത്. പിന്നെ പറഞ്ഞു തരാതെ തന്നെ അറിയാലോ, ഓസ്ട്രേലിയയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒന്നാണ് ടോയ്ലറ്റ് പേപ്പേഴ്സ്. അതും ഇവിടെ നല്ല റേറ്റ് കുറവിലാണ് ഇട്ടേക്കുന്നത്. പിന്നെ എനിക്ക് വേണ്ട ഒന്നായിരുന്നു ലോണ്ട്രി റൂമിലേക്ക് ഹാങ് ചെയ്യാൻ പറ്റിയ ഈ ഒരു ബോർഡ്. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഹാങ് ചെയ്യാം. പിന്നെ ഞാൻ അവിടെ നിന്ന് വേഗം ബില്ല് ചെയ്ത് ഇറങ്ങി. അല്ലെങ്കിൽ ഒരു കടയിൽ കയറി ആവശ്യമില്ലാതെ കുറേ സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു കൂട്ടും. ഇനി എൻ്റെ അടുത്ത ഡെസ്റ്റിനേഷൻ ഐക്കിയാണ്. ഇതിൻ്റെ സ്വീഡൻ പ്രൊനൗൺസിയേഷൻ ഈഖേയ എന്നാണെങ്കിലും നമ്മൾ ഇന്ത്യക്കാർ ഇതിനെ ഐക്കിയ എന്ന് തന്നെയാണല്ലോ പറയാറ്. ഇന്നിപ്പോൾ അത്യാവശ്യം നല്ല ഹോട്ട് വെതറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ വ്ളോഗ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് ഷോപ്പിംഗ് തന്നെയാണോ പണിയുന്നത്. പക്ഷേ ഇങ്ങനെ ഓഫ് ഡേയ്സ്, സാറ്റർഡേ, സൺഡേയ്സ് ഒക്കെ കിട്ടുമ്പോൾ എൻ്റെ മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ ഇതുപോലെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് തന്നെയാണ് സ്പെൻഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ റോഡ്സിലുള്ള ഐക്കയിലോട്ടാണ് ഈ വന്നിരിക്കുന്നത്. ഇതൊരു മോളിൻ്റെ അകത്താണ്. സോ ഇപ്പോൾ 2:30 ആയി, ലഞ്ച് ടൈം കഴിഞ്ഞു, നല്ല വിശപ്പുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫുഡ് കോർട്ടിൽ പോയിട്ട് ഫുഡ് എന്തെങ്കിലും ഓർഡർ ചെയ്യാം. അപ്പോൾ എൻ്റെ കണ്ണിൽ ഫസ്റ്റ് പെട്ടത് തന്നെ KFC ആണ്. നാട്ടിലുള്ള സ്പൈസി KFC ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് സ്പൈസി KFC ആണ്. അതിൻ്റെ കൂടെ 2 ബണ്ണും പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും ഓർഡർ ചെയ്തു. ഇനിയാണ് സഹിക്കാൻ പറ്റാത്ത വെയിറ്റിംഗ് പീരീഡ് ഫുഡിന് വേണ്ടി. ഫുഡ് വന്നു. ഇനി ഞാൻ വ്ളോഗിൻ്റെ കാര്യം തന്നെ ടോട്ടലി മറന്നുപോയി. ഫുഡ് കണ്ടപ്പോൾ ആക്രാന്തം പിടിച്ച് ആ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ നേരെ ഐക്കയിലോട്ട് കയറി. ഫുഡൊക്കെ കഴിച്ച് ഓൾറെഡി നല്ല ടയേർഡായിരുന്നു. അതുകൂടാതെ രാവിലെ ഷോപ്പിംഗ് ചെയ്ത് ഒരുപാട് ആ മോളിൽ ചുറ്റിക്കറങ്ങി നടന്ന് കാലൊക്കെ വേദന എടുത്തിട്ട് പിന്നെ എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതി എന്നായി. അങ്ങനെ ഞാൻ ഇരിക്കാനുള്ള സ്പേസ് കണ്ടുപിടിക്കുകയായിരുന്നു. അങ്ങനെ ഒരു സ്ഥലം കിട്ടിയപ്പോൾ ഞാൻ കുറച്ച് നേരം ഇരുന്ന് റിലാക്സ് ചെയ്തു. പതുക്കെ ഷോപ്പിംഗ് ചെയ്താൽ മതി എന്ന് വിചാരിച്ചു. കാരണം ഐക്യ എന്തായാലും 7 o'clock 8 o'clock വരെ ഉണ്ടാവും. പക്ഷേ ഇവിടെ ബാക്കിയുള്ള ഷോപ്പുകളൊക്കെ 5 o'clock ആവും അടയ്ക്കും. തേഴ്സ്ഡേയ്സ് മാത്രം 7 o'clock വരെ ഉണ്ടാവും. പക്ഷേ ഗ്രോസറി ഷോപ്സൊക്കെ 9 to 10 വരെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഞാൻ ജസ്റ്റ് അവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങി നടന്നു. എനിക്കങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ഷോപ്പിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഷെൽഫ്സിലേക്ക് കുറച്ച് വെക്കാനുള്ള ഓർഗനൈസേഴ്സ് ആയിരുന്നു എനിക്ക് വാങ്ങിക്കാനുള്ളത്. പിന്നെ അതുകൂടാതെ കുറച്ച് കണ്ടെയ്നേഴ്സും മേടിക്കണമായിരുന്നു, ഈ അരിപ്പൊടി, പുട്ടുപൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനായിട്ട്. പിന്നെ ഞാൻ അവിടെ ഇരിക്കുന്ന ഈ ബോക്സ് എടുത്തു. $5 ഇതിന് വരുന്നത്. ഞാൻ ഈ കിച്ചൺ കണ്ട് ശരിക്കും കുറച്ച് നേരം അവിടെ നിന്നുപോയി. കാരണം ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഈ കിച്ചണിൽ. ഇനിയൊരു വീട് പണിയുവാണെങ്കിൽ ഇതുപോലെ കുറേ സ്റ്റോറേജ് സ്പേസ് വേണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പിന്നെ ഇവിടെ കുറേ വുഡൻ കട്ട്ലറി ട്രേസ് ഉണ്ട്. അപ്പോൾ ഡ്രോയേഴ്സിൻ്റെ അകത്ത് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ ഒരു നല്ല ഐറ്റം ആണിത്. $29 ഇതിന് വരുന്നത്. പിന്നെ ഞാൻ ഒരുപാട് നാളായിട്ട് വാങ്ങിക്കണം എന്ന് ആഗ്രഹിച്ചൊരു സാധനമാണ് ഇത്. നമുക്ക് കബേർഡ്സിൻ്റെ ഒപ്പം ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും. നമുക്ക് കുക്കിങ്ങിൻ്റെ ഇടയിൽ എന്തെങ്കിലും പൗഡേഴ്സ്, ചില്ലി പൗഡറോ അതോ കൊറിയാൻഡർ പൗഡറോ അങ്ങനെയൊക്കെ എന്തെങ്കിലും പെട്ടെന്ന് എടുക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്പേസിൽ വെക്കാം. അല്ലെങ്കിൽ നമ്മൾ ഓരോ കബേർഡ്സും തുറന്ന് ഓരോ പൗഡേഴ്സ് എവിടെയാണ് ഇരിക്കണേന്ന് തപ്പിയെടുക്കണ്ടേ. പിന്നെ ഇതൊരു ഗ്രീൻ കളർ തീമിലുള്ളൊരു വർക്ക് സ്പേസ് ആണ്. ഇവിടെ ഒരു കൗച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു മിററും അവർ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഞാനൊരു മിറർ ഒബ്സസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. എപ്പോൾ മിറർ കണ്ടാലും മിറർ സെൽഫീസ് എടുക്കലാണ് എൻ്റെ മെയിൻ പരിപാടി. മിക്കവാറും എല്ലാ ഗേൾസിനുള്ളൊരു പരിപാടി അതായിരിക്കും. ഒരുപാട് നടന്ന് ക്ഷീണിച്ച് ഈ ബെഡ് കണ്ടപ്പോൾ ഒന്ന് കിടന്നുറങ്ങിയാൽ മതി എന്നായിരുന്നു എൻ്റെ ഒരു അപ്പോഴത്തെ അവസ്ഥ. ഈ ബെഡ്റൂമിനോട് ചേർന്ന് ഒരു ടോയ്ലറ്റ് ഏരിയ ആൻഡ് ഷവർ ഏരിയ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദേ വീണ്ടും ഒരു മിറർ. ഹലോ. പിന്നെ ഞാൻ ഈ സ്ലിപ്പേഴ്സ് എടുത്തു. 2.50 cents. റേറ്റ് വളരെ കുറവാണ്, പക്ഷെ ക്വാളിറ്റി തീരെയില്ല. പക്ഷേ വീടിൻ്റെ അകത്തൊക്കെ ഇട്ട് നടക്കാൻ ഇത് ധാരാളമാണ്. ഈ കൊടുത്തിരിക്കുന്ന ലൈറ്റിങ്സ് ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനതൊക്കെ കുറച്ച് നേരം നോക്കി നിന്ന് ടോയ് സെക്ഷനിലോട്ട് പോയി. ഇവിടെ പാരൻസ് കുട്ടികളെ ഇങ്ങനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോവാണ്. വാശി പിടിക്കുമ്പോൾ ഇവിടെ ഒരുപാട് ടോയ്സ് ഉണ്ട്. എനിക്ക് ഐക്കയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം കബേർഡ്സ് ആയാലും ഷെൽഫ്സ് ആയാലും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. മെറ്റീരിയൽസും കളേഴ്സും എല്ലാം നമുക്ക് ചൂസ് ചെയ്യാം. ഒരു കാലത്ത് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഡൈനിങ് ടേബിൾ ഡെക്കറേറ്റ് ചെയ്യുന്നത് എനിക്കൊരു പ്രാന്ത് പിടിച്ച പരിപാടിയായിരുന്നു. ഡൈനിങ് ടേബിൾ ക്ലോത്തും ടേബിൾ റണ്ണേഴ്സും ഇതുപോലെ ചെറിയ ചെറിയ മാറ്റുകളും ഫ്ലവർ വേസിൽ കുറേ ഫ്ലവേഴ്സ് മേടിച്ച് വെക്കലും ഒരുപാട് പ്രഹസനങ്ങളായിരുന്നു. ഇപ്പം എനിക്കതൊക്കെ ഏകദേശം മടുത്തു. ഇത് യൂസ് ചെയ്ത് പ്ലേറ്റ്സ് ഒക്കെ നല്ല വൃത്തിയിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. ഞാൻ ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഇത് 2 വാങ്ങിച്ച് വീട്ടിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വ്ളോഗിൻ്റെ ലാസ്റ്റ് വീഡിയോ ആയിട്ട് ഞാനിത് ആഡ് ചെയ്യാം, എങ്ങനെയാണ് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന്. പിന്നെ ഞാൻ എടുത്തത് ഈ സ്റ്റിക്കേഴ്സാണ്. നമ്മൾ ഈ വാങ്ങിച്ച സ്റ്റോറേജ് കണ്ടെയ്നേഴ്സൊക്കെ ലേബിൾ ചെയ്ത് വെക്കാൻ ഇത് യൂസ് ചെയ്യാം. പിന്നെ അതുകൂടാതെ കുറേ പ്ലാന്റ്സ് ഉണ്ട് ഇവിടെ. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടൊരു ഏരിയ ആണിത്. ഈ പ്ലാന്റ്സിൻ്റെ ഇടയിലൂടെയൊക്കെ നടക്കുമ്പോൾ മനസ്സിനൊരു വല്ലാത്ത സന്തോഷം എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഒരുപാട് ലൈവ് സക്കുലൻസും ഇവിടെ അവർ സെല്ല് ചെയ്യുന്നുണ്ട്. പിന്നെ ഐക്കയിൽ ഈ ഒരു ഏരിയ എത്തുമ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഷോപ്പിംഗ് എല്ലാം ഏകദേശം കഴിഞ്ഞു. അവരുടെ സ്റ്റോക്കൊക്കെ വയ്ക്കുന്ന സ്റ്റോറേജ് ഏരിയ ആണിത്. ഈ ഒരു ഏരിയയിലൂടെയാണ് നമ്മളെപ്പോഴും, ഞാൻ പോയിട്ടുള്ള ഐക്കയിലൊക്കെ ഈ ഒരു ഏരിയയിലൂടെയാണ് നമ്മളെപ്പോഴും ബില്ല് ചെയ്യണ ആ കൗണ്ടറിലോട്ട് എത്താറ്. ഈ വീഡിയോ അധികം നീട്ടി വലിച്ച് നിങ്ങളധികം ബോറടിപ്പിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. അപ്പോഴാണ് ഞാനിവിടെ സെക്കൻഡ് ഹാൻഡ് ഫർണിച്ചേഴ്സ് കൊടുക്കുന്ന ഒരു ഏരിയ കണ്ടത്. ഇതൊക്കെ യൂസ്ഡ് ഫേർണിച്ചേഴ്സാണ്. പിന്നെ ഞാൻ വാങ്ങിച്ച സാധനങ്ങളെല്ലാം സ്കാൻ ചെയ്തു, ബില്ല് പേ ചെയ്ത് എല്ലാം ഒരു ട്രോളിയിലോട്ട് മാറ്റി. ഓൾറെഡി KFC കഴിച്ചുകൊണ്ട് അകത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയില്ലായിരുന്നു. പക്ഷെ പുറത്തൊരു കൗണ്ടർ ഉള്ളത് കൊണ്ട് ഒരു മീറ്റ് ബോൾ സബ് വാങ്ങിച്ചു. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നല്ല ടയേർഡാണ്. ഇനി വീട്ടിലോട്ട് പോവുകയാണ്. ഞാൻ വ്ളോഗിൽ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞതുപോലെ ക്രോക്കറി ഷെൽഫിൽ പ്ലേറ്റ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ.